പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് സംസ്ഥാന സർക്കാർ CBIക്ക് വിട്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ അച്ഛനും ബന്ധുക്കളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെത്തി നിവേദനം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കുറ്റമറ്റതും നീതിപൂർവവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തതായും കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേസ് CBIക്ക് വിടുന്നത് എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മ വ്യക്തമാണ്. ഈ വർഷം ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥൻ എന്ന വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥി കോളേജ് ഭരിക്കുന്ന SFIക്കാരുടെ ക്രൂരമർദ്ദനമേറ്റ് മരിക്കുന്നത്. മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനാണ് തുടക്കം മുതൽ SFIയും കോളേജ് അധികൃതരും CPMും സർക്കാരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. കടുത്ത മർദ്ദനമാണ് മരണത്തിന് കാരണമായതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ആത്മഹത്യയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SFIയും CPMും ചെയ്തത്. പരസ്യ വിചാരണയും റാഗിങ്ങും ഒന്നും നടന്നിട്ടില്ല എന്ന് വരുത്താൻ നിരവധി കള്ളക്കഥകൾ മെനയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ SFIക്ക് ബന്ധമില്ലെന്ന് ആദ്യം പറഞ്ഞവർ പിന്നീട് ചില SFIക്കാർ മാത്രമാണുള്ളത് എന്നും മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ പെടുന്നവരും ഉൾപ്പെടുന്നുണ്ട് എന്നും കുപ്രാചാരണം നടത്തുകയും ചെയ്തിരുന്നു. സിദ്ധാർത്ഥൻ SFIയിൽ ചേരാതിരുന്നതിന്റെ പ്രതികാരം തീർക്കുകയായിരുന്നു ആ സംഘടനയിൽപ്പെട്ട ഒരുപറ്റം ക്രിമിനലുകൾ. 100-ലേറെ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് പരസ്യ വിചാരണ ചെയ്തും പൈശാചികമായി മർദ്ദിച്ചുമാണ് സിദ്ധാർത്ഥൻ എന്ന പ്രതിഭാശാലിയായ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. 3 ദിവസം കടുത്ത മർദ്ദനത്തിനിരയാക്കുകയും വെള്ളം പോലും കൊടുക്കാതിരിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് വരികയായിരുന്ന സിദ്ധാർത്ഥനെ സ്നേഹം നടിച്ച് കോളേജിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊടും ക്രൂരതകൾ കാണിച്ചത്. കോളേജ് ഭരിക്കുന്ന SFI മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും അവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. സിദ്ധാർത്ഥനെ കൊല ചെയ്തവരൊക്കെ ക്യാമ്പസിൽ SFIക്കാരാണ്. ഇതുകൊണ്ടാണ് പ്രതികളെ ഒളിപ്പിക്കാനും സംരക്ഷിക്കാനും CPMകാരും പോലീസും ഒറ്റക്കെട്ടായത്. CPM ജില്ലാ സെക്രട്ടറി ഇതിനായി പോലീസ് സ്റ്റേഷനും കോടതിയുമൊക്കെ കയറിയിറങ്ങിയെന്നതാണ് വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ സിദ്ധാർത്ഥന്റെ കൊലപാതകം സംബന്ധിച്ച് പല വിവരങ്ങളും സഹപാഠികളിൽ നിന്നും പുറത്തു വന്നതോടെയാണ് ഗത്യന്തരമില്ലാതെ പോലീസ് പല പ്രതികളെയും പിടികൂടാൻ തയ്യാറായത്. പ്രതികൾ ആരൊക്കെയാണ് എന്നത് വ്യക്തമായിട്ടും പലരെയും പിടിക്കാൻ പോലീസ് താല്പര്യം കാണിച്ചില്ല എന്നതാണ് സത്യം. കേസ് CBIക്ക് വിട്ട ദിവസമാണ് 2 പ്രതികളെ പിടികൂടിയത്. ചിലരെയൊക്കെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നതായും ഒരാളെയും മാപ്പുസാക്ഷിയാക്കരുത് എന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നുണ്ടല്ലോ. സംഭവത്തിൽ പങ്കുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനി ഇപ്പോഴും പ്രതിപട്ടികയില്ല. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷണത്തിന് വിട്ടിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ അച്ഛനും നിരവധി സംഘടനകളും വ്യക്തികളും ഈ ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായതിനാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ സർക്കാർ ഇതിന് തയ്യാറാവണമായിരുന്നു. ഇത് ചെയ്തില്ലെന്ന് മാത്രമല്ല, സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ച് 19 ദിവസം കഴിഞ്ഞാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. വെറ്റിനറി സർവകലാശാല VCയെ സസ്പെൻഡ് ചെയ്തതുൾപ്പെടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ അച്ഛനോ മറ്റാരെങ്കിലുമോ കോടതിയെ സമീപിച്ചാൽ അനുകൂല ഉത്തരവ് ലഭിക്കുമെന്നത് ഉറപ്പായിരുന്നു. ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറും. ഇതുകൊണ്ട് തന്നെയാണ് ഒരു വെളിപാടുണ്ടായതുപോലെ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്.